നാളെ എൻ്റെ ബാല്യത്തിൽ ഈ പയ്യന്റെ മൂത്ത മാമായി ഞാൻ സുഹൃത്തുക്കളാണ്. രണ്ടേലും ഒൽഡി കാണാറുണ്ട് അങ്ങനത്തെ. അതിന്റെ അപ്പുറത്താണ് അവരുടെ വീട്. എന്റെ വീട് അതിന്റെ അപ്പുറത്ത്. അപ്പൊ നമ്മൾ കളിച്ചു വന്നേക്ക് അവന്റെ മാമായിട്ട് ഒരുമിച്ചാണ്. അവന് 2 മാമ ഉണ്ടായിരുന്നു. ഇളയ മാമ വെളിരാജ്യത്ത് വെച്ച് മരിച്ചുപോയി. പിന്നെ അവര് എന്റെ ഉമ്മാക്ക് മൊത്തം 3 പേര്, 2 ആണും 1 പെണ്ണുമായിരുന്നു. അങ്ങനെയുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അല്ലാതെ ഞാൻ ഈ പയ്യനെ തന്നെ കാണാൻ ഇതിന്റെ നടന്നതിന് ശേഷം ഇതിനെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ അറിഞ്ഞൂടാ. അപ്പം ഈ സംഭവം നടന്ന് അവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പയ്യനെ കാണുന്നത്. പിന്നെ ഉമ്മായും പാപ്പായ അറിയില്ല, ഉമ്മായ അറിയാം, കൊച്ചിലോട്ട് അറിയാം. പിന്നെ അവരുടെ മാമ അറിയാം. അവരുടെ മാമ 2 മാമ ഉണ്ടാകും. ഒരാൾ മരണപ്പെട്ടു അങ്ങനെ അറിയാം. പിന്നെ ബാക്കിയുള്ളവരുടെ തോന്നുന്നു. ഇവന്റെ മാമയുടെ പേര് ഷമീർ എന്നാണ്. എന്റെ കുട്ടിക്കാലത്തെ അറിയാവാറ്, നമ്മളെ കളിക്കൂട്ടുകാരാ. വേറെ പിന്നെ അവന്റെ ഉമ്മാക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ മരണപ്പെട്ടു. പിന്നെ ഉള്ളത് ഇതൊരൊറ്റ മാമ ഷമീർ. പിന്നെ ഷെമി എന്നാണ് ഉമ്മാരെ പേര്. ഒരു 41 വയസ്സ് അറിയാം. അവരിവിടെ താമസിക്കാൻ നല്ല ആൾക്കാരായിരുന്നു, നല്ല ഇതായിരുന്നു, നല്ല ഇടപെടൊക്കെ വരും. സഹോദരന്മാര് 2 പേരും. പിന്നെ ഈ സഹോദരി ഷെമി, അവര് കൊച്ചുനാളോട്ടായി ഇവരെ 3 പേരെ എനിക്കറിയാം. എന്റെ വീട്ടിലെ ഞാൻ ഇവരെ വീട് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പോകുന്ന വഴി. ഈ മൂത്ത സഹോദരത്തെ ഞാൻ ഒരുമിച്ച് എന്റെ മൂത്ത ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചൊക്കെ വളർന്നതാണ്. വളരെ ബുദ്ധിമുട്ടി അവരിപ്പം കഷ്ടത്തിൽ നിന്നൊക്കെ വലിയ നല്ല ഇതിൽ ദൈവം മാനിച്ചു വന്നതാണ്. അവർ ബുദ്ധിമുട്ടികളെ ഈ സഹോദര മക്കളെയും ഇവരെയൊക്കെ പൊന്നുപോലെയാണ് അസുഖം, പൊന്നുപോലെയാണ് നോക്കിയത്. പിന്നെ ഈ ഇങ്ങനെ ഒരു പയ്യൻ ഉള്ളത് തന്നെ കൊച്ചിലെ നമ്മൾ കണ്ടാണോ അതിനേശം എനിക്കറിയില്ല. ഈ സംഭവം നടന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഇളയൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അത് വെളിരാജ്യത്ത് വെച്ച് മരിച്ചു. ഞാൻ ഇത് ആദ്യമായിട്ടാണ് അവിടെ വരുമ്പോൾ ആദ്യമായിട്ടാണ് അല്ല കൊച്ചിലെ കണ്ടെങ്കിൽ ഒരു ഓർമ്മയില്ല. ഈ സഹോദരന്മാരെ 2 പേരും നല്ല ഇതാണ് സമ്മതിച്ചു കൊടുത്താൽ അവർ പൊന്നുപോലെ നോക്കിയ വളർത്തിക്കൊണ്ടുവന്നെയാണ്. സഹോദരിയും പൊന്നുപോലെ വളർത്തി, സഹോദരന്റെ മക്കളെ നല്ല രീതിക്ക് പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത് സഹോദരൻ എവിടെയാ? അവരിവിടെ ഉണ്ടായിരുന്നു. വെളിയിൽ രാജ്യത്തായിരുന്നു. പോരാണ്ട് അവര് മൂത്ത സഹോദരനും 2 പെൺകുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. 2 പെൺകുഞ്ഞുങ്ങൾ നല്ല പിള്ളേരാണ്. അവരുടെ വീട് നേരത്തെ ഇവിടെ അടുത്തായിരുന്നു താമസം, കുടുംബം. പിന്നെ ഇവിടെ നിന്ന് വിറ്റാണ് അവരങ്ങ് അപ്പുറത്തോട്ട് മാറിയത്. യഥാർത്ഥ സ്ഥലം തന്നെ അവരത് ഇതായിരുന്നു. പിന്നെ അവരെ ആൾക്കാരാണ് പറയാം. കാണാതെ കണ്ടവർക്കറിയാം, ദൈവത്തിനറിയാം എന്ത് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്ന്. നമ്മളിപ്പോ ആരൊക്കെ ഉണ്ടെങ്കിൽ ആരെയൊക്കെ മറവിൽ ചെയ്താലും കണക്ക് പറഞ്ഞാലും ഞാൻ ചെയ്താലും മറ്റൊരാൾ ചെയ്താലും മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് ചെയ്താലും തമ്പുരാന്റെ കണ്ണ് അടഞ്ഞിരിക്കും. തമ്പുരാനെല്ലാം അറിയാം. ഇതൊന്നും പെടാത്തൊരു കൊച്ചിനെ പിടിച്ചത് വന്ന് പിന്നൊരു കാര്യമുണ്ട്. ഇവൻ ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ ആരെങ്കിലും ഉണ്ടെന്ന് കേട്ടാലും വിശ്വസിക്കുന്നില്ല. നമ്മൾ നേരിൽ കണ്ടില്ല. സംഭവം ശരിയല്ലേ? ഇത്രയും ക്രൂരമായ ഒരു എന്താ മനസ്സിലുണ്ട്. കീഴടങ്ങിയിട്ട് പറഞ്ഞു ഞാൻ 6 പേരെ കൊന്നു. നല്ല മാന്യമായി നല്ല കഷ്ടപ്പെട്ടാണ് ആ സഹോദരന്മാർ 2 ഈ കൊച്ചുങ്ങളെ മൂത്ത കൊച്ചിനെ വിവാഹം കഴിച്ചൊക്കെ വിട്ടതും വളരെ ബുദ്ധിമുട്ടിയാണ്. നല്ല ജീവിതം ഈ പയ്യനെ നല്ല രീതിക്ക് നല്ല രീതിക്ക് നോക്കും. നല്ല ഇതായിരുന്നു, നല്ല പയ്യനൊക്കെ നല്ല ഇത് തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ 3 ദിവസം കണ്ടിട്ട്. പയ്യൻ വലുതായ ശേഷം എനിക്കറിയില്ലേ.
വല്ലാത്ത ചെറുപ്പം അവൻ മൂത്ത സഹോദരൻ ഡ്രൈവറായിരുന്നു, ഈ റൂട്ടിൽ തന്നെ ഡ്രൈവറായിരുന്നു. ഇവരിപ്പോ ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഒന്നും ചെയ്യാൻ നിങ്ങൾ അന്ന് എന്തിനാണ് പറയുന്നത്? അല്ല വാർത്ത കേട്ടിടത്തോളം ഈ വാർത്ത കേട്ടതോളം ഈ ചെറുക്കനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു മനുഷ്യനില്ല. ഈ എനിക്ക് പറയാനുള്ളത് പറയായിരുന്നു ചെറുക്കനെ നേരത്തെ നിങ്ങൾക്ക് അറിയാമോ? ഒരു തള്ളയൊക്കെ കറക്കിൽ അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ല? പിന്നെ എന്തിനു പറയാമോ? ഒരാള് പോയി, അവൻ തന്നെ പോയി, അവൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഞാൻ കൊന്നു 6 പേരെ കൊന്നെന്ന് പറഞ്ഞ് ചെല്ലുന്ന പിന്നെ ആരെങ്കിലും കാണണോ? ഇവിടെ വേറൊരു പയ്യൻ അത് ചോദിക്കുന്നത് ഇത് ചെയ്യുന്നത് അത് ചെയ്യുന്നു. അത് നിങ്ങൾ എങ്ങനെ പറയാത്തൊന്നും പറയരുത്. ഒരു കാര്യം ചോദിക്കുന്നില്ല. പറയാൻ പറ്റത്തില്ല. ഈ ചെറുക്കൻ സ്വാതന്ത്ര്യം പറയട്ടെ. ഇങ്ങനത്തെ ഇന്നത്തെ കാലത്തെ അല്ല ഞാൻ പറയാം, ഇവര് ആരായിരുന്നു അല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ പിള്ളേരെല്ലാം വളർത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം ഇല്ല. ഒരു തണ്ടയെ കൊല്ലാൻ ഒരു മനുഷ്യന് മനസ്സിലുണ്ട്. തണ്ടയെ അടിച്ച് കൊല്ലാൻ മനസ്സിലുണ്ട്. ഇതൊക്കെ അതൊരു കൂടുതലല്ലേ. ഇപ്പൊ മനുഷ്യ ജന്മത്തിയുള്ളതാണ്. അതല്ല മനുഷ്യ ജന്മത്തിലുള്ള ഒരു തള്ളെ ജനിപ്പിച്ച ഒരു തള്ളെ കൊല്ലാൻ അത് തോന്നുമോ? അങ്ങനെ അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം പറയാൻ നല്ല ചെറുക്കനല്ല, ഒരു വൃത്തികെട്ട ചെറുക്കനെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഞമ്മള് പറഞ്ഞത്. ഇളയ ചെറുക്കനെ കൂടെ കൊന്നു. ഇളയ ചെറുക്കനെ അവരെ 30 വയസ്സാണ് ഞമ്മള് കൂടെ കൊണ്ടുകിടന്ന് ഇരിക്കുന്നത്, കൂടെ കൊണ്ട് സ്നേഹിക്കുന്നത്. എന്നിട്ട് അവര് ബിരിയാണി അന്തരൊക്കെ മാറ്റി വിട്ടിട്ട് അടിച്ചു കൊല്ലാൻ ഒരു മനസ്സ് വേണ്ടേ? എന്റെ കൂടെ പുറത്തിനെ അടിച്ചു കൊല്ലുമ്പോഴേ അവനെ മനസ്സിലുണ്ട്. അവൻ മനുഷ്യനീയല്ല. ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തും ചെയ്യാം, കോടതിക്ക് എന്തും ചെയ്യാണ്ട്. ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി, വാർത്ത കണ്ടില്ല? ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി കഴിഞ്ഞ ദിവസം ജയിലിനകത്ത്. ഇവനെ കുറിച്ച് എന്താണ് എനിക്ക് ഒന്നും പറയാറില്ല. യഥാർത്ഥം പറഞ്ഞ ചെറുക്കനെ കുറിച്ച് ഒരു ഭ്രാന്താണെങ്കിലും എന്ത് ചെയ്യും? സ്വന്തം കൂടെ പുറമടിച്ചു. തലേ ദിവസം അമ്മ ചോറ് വരി കൊടുത്തു എന്ന് പറഞ്ഞു. അവൻ അത്രയും സ്നേഹിച്ച സ്ത്രീയാണ് ചെറുക്കനെ. കാട് വിളിച്ച് പറഞ്ഞാണ് എന്റെ അംഗീകാരം. അത് ഇഷ്ടംപോലെ കളിക്കാൻ നിരപരാധിയാണ് ഉൾപ്പെടുന്നത്. അവൾക്ക് ഒന്നും പെണ്ണിനെ കൂടെ കൊടുത്തത് കാണിച്ചു കൊണ്ടാണ്. അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് ഇത്? ഇത് നമുക്കൊന്നും പറയാൻ അവരിപ്പോ എത്ര വയസ്സ് വരൂടെ ആ ചെറുക്കൻ്റെ? സാമാന്യവരും ഇല്ല. അതായത് ഒരു നോർമൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാവുന്ന പാടല്ലേ അതങ്ങനെ ചെയ്യും. അവന് അത് കഴിഞ്ഞിട്ട് അവന് എലിവിഷം വാങ്ങിച്ച് കഴിച്ചു, പക്ഷെ ചത്തില്ല. അതെനിക്കെന്ത് അറിയില്ല. അത് എലിവേഷം എന്ത് അവൻ ചാടാൻ പാടില്ല. അവൻ ഇനിയും കിടക്കണം പന്നി. ഈ ഭൂമിയിൽ 24 വയസ്സിലൊക്കെ പറയാൻ സാമാന്യ, അതായത് പക്വത വന്ന സമയമാണ്. കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയാമെന്നുള്ള സമയത്ത് തടയെ കാണിച്ചു കൊടുത്തു. എനിക്ക് ഇവിടെ ആര് എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കത്തില്ല. അയാൾ ഈ ചെറുക്കനെ ഒരു മനുഷ്യ ഞാൻ കാണുന്നു. ഒരു ജന്തു, മൃഗത്തിൽ ഏതോ ഒരു ജന്തു ഈ പറയാൻ കഴിയും. അത് അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മുടെ സ്വന്തം അഭിപ്രായം നമുക്ക് പറയാമല്ലോ. നമ്മൾ ചോദിച്ചുള്ളൂ. അല്ല ഈ സ്വഭാവത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റുമോ? നല്ല കാര്യം. അല്ല ഞാൻ ചെയ്യുന്നത് ഇനിയുള്ള ഇപ്പോഴുള്ള പിള്ളേരോട് എന്താ പറയാനുള്ളത്? ചെറുപ്പക്കാർ പിള്ളേരോട് എന്താ പറഞ്ഞ നമ്മളൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ 84 വയസ്സുണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ജനറേഷൻ അതായത് പുതിയ കാലഘട്ടങ്ങളാണ്. ഈ കാലഘട്ടത്തിലുള്ള വളർന്നു വരുന്ന കുട്ടികളെ
യഥാർത്ഥം പറഞ്ഞ വിജ്ഞാനം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട്. ഈ 84 വയസ്സ് ജീവിതത്തില് ഇങ്ങനൊരു അനുഭവം നേരത്തെ കേട്ടിട്ടുണ്ടോ? 84 വയസ്സ് ജീവിതത്തില് ഇങ്ങനൊരു അനുഭവം നേരത്തെ കേട്ടിട്ടുണ്ടോ? ഒരുപാട് ഇത്രയും ഇതേപോലെ ഒരുപാടുണ്ട്. എങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഇത് ഞാനിവിടെ അടുത്തുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.